ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. കുട്ടികളെ നിങ്ങളാരും അവിടുത്തെ ട്യൂലിപ്സിന്റെ ഒരു പൂ പോലും പറിക്കരുത് കേട്ടോ. കാരണം എന്റെ ആ പാടത്താണെങ്കിൽ എന്റെ പാടം നല്ല ട്യൂലിപ്സിന്റെ പല പാടങ്ങളിലും ഗ്രാനി എന്ന് പറഞ്ഞ സംഭവം വരാറുണ്ട്. നെതർലൻഡ്സിൽ പല സ്ഥലങ്ങളിലായി പല ട്യൂലിപ്സ് ഫീൽഡുകളുണ്ട്. അതിലെ ഒരു ഗ്രാമമാണിത്. ഇവിടെ 2 മലയാളികളാണ് ജോലി ചെയ്യുന്നത്. 2 അല്ല 3 മലയാളികൾ, 2 തൊഴിലാളികളും ഒരു മുതലാളി. അവർ ഇപ്പോൾ കള പറിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഗ്രാനിയുടെ ശല്യമുള്ളതുകൊണ്ട് അവർ ആകപ്പാടെ ഭയത്തിലാണ്. രണ്ടുപേരും കള പറിച്ച് കഴിയാറായില്ലേ? കഴിയാറായി മുതലാളി. രാത്രി 7 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കരുത്. നിങ്ങൾ രാവിലെ 6 മണിക്ക് ജോലിക്ക് ഇറങ്ങിയതല്ലേ? ഇനി കുറച്ചുകൂടെ കളയുള്ളൂ പറിക്കാൻ. ജോലിയിൽ ആത്മാർത്ഥതയൊക്കെ കൊള്ളാം. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയാമല്ലോ. ഗ്രാനി എപ്പോഴാണ് വരുന്ന നിർത്തില്ല. 7 മണി കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വരാം. അതിന് ട്യൂലിപ്സ് ഒരുപാട് ഇഷ്ടമായിട്ട് ഗ്രാനി ഇവിടെ ട്യൂലിപ്സ് പറിക്കാൻ വരും. പെട്ടെന്ന് നീ പോരെ. ശരി മുതലാളി. ഇവരെല്ലാം കിടന്ന് ഉറക്കം വന്നിട്ട് ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. നമ്മളൊക്കെ കുളിച്ച് റെഡിയായി. അത് ശരിയാ. നാണിയമ്മയ്ക്ക് ഇത്രയും പ്രായം ഉണ്ടായിട്ട് നാണിയമ്മ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് ഇവരെല്ലാം കൂടെ കിടന്ന് ഉറക്കം നോക്കിയേ. അല്ല ശാരദ ഇവിടെ പോയി. അവളിതേ കുളിക്കുന്നത്. മക്കളെ എഴുന്നേറ്റേ, എല്ലാവരും എഴുന്നേറ്റേ. ഞാൻ മാസു നീ എന്താണ് കിടന്ന് ഉറങ്ങുന്നത്? പോത്ത് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ അവൻ? അയ്യോ നിങ്ങളൊക്കെ നേരത്തെ എഴുന്നേറ്റോ? ഇതെന്തോ അമ്മേ നേരത്തെ എഴുന്നേറ്റോ? നമ്മൾ എത്ര ദൂരയാത്ര ചെയ്തല്ലേ. രാത്രി നമ്മളിവിടെ എത്ര മണി എത്തിയെന്നറിയോ? 2 മണിയായി രാത്രിയിൽ. നാണിയമ്മ ഇത്രയും പ്രായം ഉണ്ടായിട്ട് പോലും കണ്ടോ 2 മണിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് പോലും വെളുപ്പിനെ എഴുന്നേറ്റ് എൻ്റെ കുളിയും കഴിഞ്ഞ് റെഡിയായി പോകാനായിട്ട്. എനിക്ക് വിശക്കുന്നുണ്ടോ മോനെ? വല്ല വാങ്ങിച്ച് കഴിക്കണ്ടേ? വാ. ഇവിടെ നെതർലൻഡ്സ് സ്ഥലം. ഇവിടുത്തെ ഫുഡൊക്കെ അമ്മ കഴിച്ചോണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡൊന്നും അല്ല ഇവിടെ. എന്തായാലും എനിക്ക് വിശപ്പടക്കാൻ മതി. നിങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ചേട്ടൻ എഴുന്നേറ്റോ? നീ കുളി കഴിഞ്ഞ് റെഡി ആയില്ലേ? ഈ പിള്ളേരെ എഴുന്നേപ്പിക്കടി. ഞാനെന്നപ്പോ റെഡി ആവട്ടെ. അമ്മണി എഴുന്നേറ്റേ. അമ്മണി കൂട്ടുപോനെ കിങ്ങിണി അമ്മണി 3 എഴുന്നേറ്റേ. എവിടെ കേൾക്കാം? പിള്ളേർ തന്നെ 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഉറങ്ങിയപ്പോ വന്നു. അതാ എനിക്ക് ഇത്ര ക്ഷീണം. ക്ഷീണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഉറങ്ങാൻ വന്നല്ലോ. ആകെപ്പാടെ കുറച്ച് ദിവസമേ ഉള്ളൂ നെതർലൻഡ്സിൽ. നമുക്കത് മാക്സിമം അടിച്ചു പൊളിക്കണം. പിള്ളേരെ എഴുന്നേക്കെളുപ്പം. ഇവരെ വിളിച്ചിട്ടൊരു അനക്കൊണ്ടോ നോക്കിക്കേ. നെതർലൻഡ്സ് വന്ന കാര്യം അങ്ങ് മറന്നോ? അങ്ങനെ ഒരാളെങ്കിലും എഴുന്നേറ്റല്ലോ. ഇനി ബാക്കി 2 എണ്ണത്തിന് അടിച്ച് എഴുന്നേൽപ്പിക്കണം. എന്ത് വേണം ഉറക്കത്തിൽ എഴുന്നേറ്റ് ഒറ്റ ചാട്ടോ അവന്. പിള്ളേർക്ക് ഇപ്പഴാ ബോധം വീണ് തുടങ്ങി നമ്മൾ നെതർലാൻഡ്സിലാന്നുള്ള കാര്യം. അത് ശരിയാ. മക്കളെ നിങ്ങൾ 2 പോയി റെഡി ആക്കിയാ. കുളിച്ചേ ആദ്യം പോയി. അവളിങ്ങനെ വീട്ടിലിങ്ങനെ കിടന്ന് ഉറക്കം. നിങ്ങൾ പോയി റെഡിയാകും. അവളെ ഞാൻ ഇപ്പൊ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ഒന്ന് തിരിഞ്ഞു കിടന്ന് നീ എപ്പോ എഴുന്നേക്കും എന്തോ. ചേച്ചി നമ്മളെന്ത് ഫുഡാ കഴിക്കുന്നേ? എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഏത് ഫുഡായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പണ്ടൊക്കെ നല്ല കാലത്തിലൊക്കെ നല്ലപോലെ കറങ്ങിയിട്ടുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ. എന്തുമാത്രം രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുള്ളവർ. എനിക്ക് അതുകൊണ്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല ശീലമുള്ളത്. പക്ഷേ ഇവിടെ നെതർലൻഡ്സിൽ വന്നിട്ടില്ല ആദ്യമായിട്ടാണ്. നല്ല പ്രായത്തിൽ നാണിയമ്മ അടിച്ചു പൊളിച്ച് നടന്നതല്ലേ ഓരോ രാജ്യങ്ങളിലൊക്കെ ഭർത്താവിൻ്റെ കൂടെ. പിന്നെ ഇപ്പം അതുകൊണ്ട് ഓരോ എക്സ്പീരിയൻസ് കാണുമല്ലോ. അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പ്രയാസം കാണത്തില്ല. ഞാനിതാ ഡ്രസ്സ് മാറട്ടെ. ശരി അമ്മണി ഒന്ന് കുത്തിപ്പൊക്കട്ടെ. അമ്മണി എന്നിട്ട് അമ്മണി മോളെ മോളെ എഴുന്നേക്ക്, നമുക്ക് ഇറങ്ങാൻ പോണ്ടേ. അമ്മണി ഞാൻ കുത്തിപ്പൊക്കാം. അമ്മണി എഴുന്നേറ്റേ. നെതർലൻഡ്സ് വന്നപ്പോ ആളാകെ മാറിയില്ലേ? ശാന്തേച്ചിയെ കണ്ടോ? നമ്മള് കാലത്തിനനുസരിച്ച് കോലം മാറണ്ടേ? അമ്മണി എഴുന്നേറ്റോ? കണ്ടോ അമ്മ ഒരുങ്ങി കെട്ടി നിൽക്കുന്നുണ്ടോ? മോളെ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡി ആക്കേ. അവരിതേ കുളിക്കുന്നു മോളെ. ചെല്ല് പെട്ടെന്ന് അവരോട് ചെന്ന് കുളിക്ക്. ശാന്തേച്ചി ഭർത്താവിനെ വിളിച്ചില്ലേ? ഞാൻ ചേട്ടനെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് നമ്മളിവിടെ എത്തിയ കാര്യം. പക്ഷെ ചേട്ടനാണെങ്കിൽ ഈ രാജ്യത്തിന് അപ്പുറമാ. നമ്മളെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേ. നല്ല ഭംഗിയുണ്ട് ചേച്ചി അങ്ങോട്ട് കാണാൻ. എന്ത് രസം. ട്യൂലിപ്സ് പോണോ നോക്കിക്കേ നിങ്ങള്. ഇവിടെ ട്യൂലിപ്സ് ഇഷ്ടംപോലെ കൊണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നെതർലൻഡ്സിൽ. ഇന്നലെ രാത്രി നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത്. അതുകൊണ്ടൊന്നും നമ്മൾ കണ്ടില്ല. അതെ ഏട്ടാ സൂപ്പറാ കാണാന്. എന്തായാലും ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി നമുക്ക് ഇതൊക്കെ കാണാന്. അത് ശരിയാ. നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് മതി നമുക്ക് കറക്കം. അങ്ങനെ കുട്ടുമോനും ഫാമിലിയും കൂടെ നെതർലൻഡ്സിലെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുക. ഇഷ്ടംപോലെ ഫുഡാണ് തോന്നുന്നു കിട്ടുന്നത്. കുട്ടുമോനൊക്കെ ആകെപ്പാട് സന്തോഷത്തില്ല. എന്തൊക്കെയോ പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരങ്ങ് യാത്രയാകുക. ബസ്സിനകത്ത് നിൽക്കുമോ? നിനക്കറിയോ ഇവിടെ ബസ്സൊക്കെ എപ്പോഴാണ് വരുന്നത്, എങ്ങോട്ടാ പോകുന്നതൊക്കെ? അറിയത്തില്ല അമ്മേ. അതുകൊണ്ട് എന്തെയോ കാറുകാരെ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കാറുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് നമുക്ക് വല്ല ടൂറിസ്റ്റ് കേന്ദ്രത്തിലോട്ടൊക്കെ പോകായിരുന്നു.
എന്തായാലും കാറുകാരെ തന്നെ വിളിച്ച് പോകുന്നത് നല്ലത്. കാരണം നമ്മൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോഴേ ജനവാസ മേഖലയിലൊക്കെയാണ് പോകുന്നെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ കൊല്ലല്ലോ നമുക്ക് പോകേണ്ടത്, നമുക്ക് ടൂറിസ്റ്റ് കേന്ദ്രത്തിലല്ലേ പോകേണ്ടത്. അപ്പോൾ കാറുകാരെ തന്നെ വിളിച്ച് പോകുന്നത് നല്ലത്. ഇത് ഒരാൾ ഇങ്ങോട്ട് നടന്നു വരുന്നത്, അയാളോട് ചോദിച്ചു നോക്കിയേ. ഇതൊരു കൊച്ചു പയ്യൻ വരുന്നത്, അവനോട് ചോദിച്ചു നോക്ക്. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ? എന്തൊരു ഭാഷയാടി? അയ്യോ ഒന്നുമില്ല പയ്ക്കോ. പക്ഷേ ആ ചെറുക്കൻ എന്തോ ഭാഷയാണെന്ന് പറഞ്ഞത്, ഒന്നും മനസ്സിലായില്ലല്ലോ. ഇതേ മോനെ അടുത്തൊരാൾ വരുന്നത്, ആ പുള്ളിയോട് ചോദിച്ചു നോക്കിയേ. ചോദിച്ചിട്ടെന്തോ അമ്മ, എല്ലാവരും ഇങ്ങനെ ഉണ്ട് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവരൊക്കെ പറയുന്നത്. എക്സ്ക്യൂസ് മീ, മലയാളികളാണോ നിങ്ങള്? ഓ ആശ്വാസം, ദേ ഒരു മലയാളി. എന്റെ ദൈവമേ, നമ്മുടെ ഭാഗ്യത്തിൽ വന്ന കേട്ടോ. അയ്യോ മോനെങ്ങനെ ഇവിടെ എത്തി? മോനെ കേരളത്തിലെവിടാ? ഞാൻ കേരളത്തിൽ കോഴിക്കോടാ. നിങ്ങൾ ഇവിടെ ട്രിപ്പിന് വന്നതാണോ? അതെ ഞങ്ങൾ ട്രിപ്പിന് വന്നതാ. ഞങ്ങൾ ഇന്നലെ വന്നു, രാത്രി 2 മണിയായി ഇവിടെ എത്തിയപ്പോഴ്. പിന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൽ കയറി കിടന്ന് ഉറങ്ങി, രാവിലെ തന്നെ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയത് കറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഒന്നും അറിയാൻ പറ്റുന്നില്ല ഭാഷയൊന്നും. ഒരു പയ്യനോട് ഞങ്ങൾ വെച്ച് വാക്കുണ്ട് എന്തൊക്കെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ വർക്ക് ചെയ്യണോ മോനെ? ഞാനിവിടെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുക. എനിക്കിവിടെ ട്യൂലിപ്സിന്റെ ഒരു ഫീൽഡ് ഉണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഭാഗ്യം, ഞങ്ങളെന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഞാൻ സൂപ്പർവൈസർ ആണെങ്കിൽ ഇതുപോലെ ട്രിപ്പിന് വരുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് മലയാളികളെ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്കിപ്പോൾ 25 വയസ്സായതേ ഉള്ളൂ. എൻ്റെ ഫാമിലിയൊക്കെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ തന്നെ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ 2-3 പണിക്കാരുണ്ട്, അവരൊക്കെ മലയാളികളാണ്, കുറേ ചേട്ടന്മാർ, ഇതിൻ്റെ പ്രായമുള്ളവരാ. അവരെ കൊണ്ടൊക്കെ ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നത്. അത് ശരി, ഞാനും അത് തന്നെ പറയാൻ വന്നത്. മോൻ ജോലി ചെയ്യുന്ന സ്ഥലം ഞങ്ങളെ കൊണ്ട് കാണിക്കുവോ? അതിനെന്താ, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അവിടേക്ക് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാർ വരാറുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. കുട്ടികളെ നിങ്ങളാരും അവിടുത്തെ ട്യൂലിപ്സിന്റെ ഒരു പൂ പോലും പറിക്കരുത് കേട്ടോ. കാരണം എൻ്റെ ആ പാടത്താണെങ്കിൽ, എൻ്റെ പാടം നല്ല ട്യൂലിപ്സിന്റെ പല പാടങ്ങളിലും ഗ്രാനി എന്ന് പറഞ്ഞ സംഭവം വരാറുണ്ട്. അയ്യോ, ഗ്രാനി ഇവിടെ ഉണ്ടോ? നമ്മള് കാർട്ടൂണിനകത്തൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഗ്രാനിയെ, പക്ഷെ ഇവിടെ നേരിട്ട് കാണാൻ പറ്റുമോ? കാണരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാ സാധനം. അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ ആണെങ്കിൽ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പാടത്ത് രാത്രി 7 മണി കഴിഞ്ഞാൽ പിന്നെ ഗ്രാനി അവിടെ എല്ലാം വിഹരിച്ച് നടക്കും. എന്നിട്ട് ഓരോ ട്യൂലിപ്സ് ഭയങ്കര ഇഷ്ടമാണ് പൂവ്. എന്നിട്ട് ഓരോ പാടത്തിനൊക്കെ നടന്നിട്ട് ഇങ്ങനെ പൂവെല്ലാം പറിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. ആ സമയത്ത് അങ്ങനെ ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം പോക്കാം. അവരുടെ കാര്യം പിന്നെ പറയാതിരിക്കും നല്ലത്. നമുക്ക് എന്തായാലും രാത്രി 7 മണിക്ക് മുമ്പ് തിരിച്ച് മടങ്ങണം. എന്തായാലും നമുക്ക് ഇപ്പൊ പോകാം. ഇപ്പൊ സമയം എത്രയായി? ഉച്ചയൊക്കെ അല്ലേ ആയുള്ളൂ. എന്നാ വേഗം ഓട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. കാർ എങ്ങനെയാ അറേഞ്ച് ചെയ്യുന്നത്? അതൊക്കെ ഞാനിപ്പോൾ അറേഞ്ച് ചെയ്തു. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാർ കൊണ്ടുവരാം. നമ്മുടെ ഭാഗ്യത്തിന് ആ പയ്യനെ കിട്ടിയതല്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്തിന്? ആകെപ്പാടെ വരഞ്ഞു കിടന്നേനല്ലോ. ആ പയ്യനെ കണ്ടില്ല, നമ്മൾ ഈ ട്യൂലിപ്സ് പാടത്തങ്ങനെ രാത്രിലങ്ങനെ ചെന്ന് വെട്ടാതെ പിന്നെ ഗ്രാനിയുടെ കയ്യിൽ ചെന്ന് വെട്ടാനല്ലേ. എന്താ കാർ വരുന്നു. കാർ അറേഞ്ച് ചെയ്തു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിട്ട് വേറെ ഏതെങ്കിലും കാറായിരിക്കുന്നത്. ഇത് വേറെ ഒരാൾ ഓടിക്കുന്ന കാറാ. ഞാൻ പിന്നെ എടുത്തോ അത്. കാരണം നിങ്ങൾക്കാണെങ്കിൽ ഭാഷ അറിയത്തില്ലല്ലോ. അവരാണെങ്കിൽ കടുകട്ടി ഭാഷയൊക്കെ ഇവിടുത്തെ ഉപയോഗിക്കുന്നത്. ഇത് എന്റെ കാറല്ല, ഇത് വേറെ ആളുടെ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാർ. ആ പുള്ളി തന്നെ കാർ ഓടിക്കുന്നത്. ഞാൻ പിന്നെ ആ പുള്ളിയുടെ കാർ വാങ്ങിച്ച് ഡ്രൈവ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളെ തന്നെ സ്ഥലങ്ങളെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടേ. കാരണം ആ പുള്ളി സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാത്തില്ല, അതുകൊണ്ടാ. ഓ അങ്ങനെ. ഇപ്പൊ കൊറേ ദൂരമായല്ലോ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. എത്താറായോ? അതെ എത്താറായി. ഇനി എന്റെ ഫീൽഡാ പറയും. നിങ്ങൾക്ക് പിന്നെ എന്റെ ഫീൽഡ് തന്നെ കാണണമെന്ന് പറഞ്ഞോണ്ടാ. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതാ കുട്ടുമനെ, നീ അടി വാങ്ങി കേട്ടോ. എന്തുവാടാ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന പോലെ മര്യാദയ്ക്ക് പറയടാ. അവന് സന്തോഷം പിന്നെ പിന്നെ അവന്റെ വർത്താനം, അവന്റെ ഓവർ സന്തോഷം. ഇപ്പൊ അതാ ഇങ്ങനെ സംസാരിക്കുന്നത്. ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരാം, പനി പിടിപ്പിക്കരുത്. ഐസ്ക്രീമിന്റെ ആവശ്യമില്ല. നമ്മളിത് ഇപ്പൊ പോകുന്നിടത്തെങ്കിലും മഞ്ഞ് വീഴും. ആ ട്യൂലിപ്സിന്റെ ഇടയ്ക്കൊക്കെ മഞ്ഞുകട്ട കാണും. മഞ്ഞുകട്ടയാണെങ്കിൽ നമുക്ക് എടുത്തിട്ടേ അവിടെ ഭയങ്കര ചെറിയൊരു ഇലക്കകത്ത് എടുത്തിട്ട് അതെങ്കിൽ എന്തെങ്കിലും ഒരു പഴച്ചാറ് വല്ലതും എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഐസ്ക്രീം പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. സ്ഥലം എത്തി നമുക്ക് ഇറങ്ങാം. അയ്യോ മോനെ, പൂവൊന്നും പറിക്കല്ലേ, പൂ പറിക്കല്ലേന്നാ ചേട്ടൻ പറഞ്ഞത്. എന്തൊരു ഭംഗി, ഇനി ഒരു പ്രത്യേക ഭംഗി തന്നെ. നമ്മളിപ്പോ നെതർലാൻഡ്സിൽ വന്ന് കറക്റ്റ് ടൈമിലാന്ന് തോന്നുന്നു. ട്യൂലിപ്സ് ഇപ്പൊ ഇഷ്ടം പോലുള്ള സമയം തോന്നുന്നു, സീസൺ ടൈമാ തോന്നുന്നേ. ഗ്രീനും ബ്ലാക്കും റെഡും എല്ലാം ചേർത്ത് തരാം. വാ നമുക്കിനി അങ്ങോട്ട് നടക്കാം. എല്ലാവരും ഇങ്ങോട്ടോ, ഈ വഴിക്ക് പോവാം. ഈ വഴിക്ക് പോയാലേ തടാകം ഉണ്ട്, കാണിച്ചു തരാം. നല്ല രസമാണ്. പൂ പറിക്കാൻ തോന്നുന്നു കണ്ടിട്ട് തന്നെ.
കണ്ടിട്ട് പറിക്കാൻ തോന്നുന്നു വെറുതെ പറഞ്ഞതാ